യേശു എത്ര നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. എന്റെ യേശു എത്ര നല്ലവൻ. Praise the Lord. Praise the Lord. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗത്തിനും ഭൂമിക്ക് നാഥനായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട രാത്രി സമയത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞങ്ങൾ പൊന്നു നാമത്തെ മഹത്വപ്പെടുത്തുന്നു. 2-3 പേരെന്റെ നാമത്തിൽ കൂടി വരുന്നോടത്തവരുടെ നടുവിൽ ഞാൻ ഉണ്ടാകുമെന്ന് അരുളി ചെയ്തവനെ, ഭൂമിയിൽ വെച്ച് നിങ്ങൾ 2 പേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐക്യമത്യപ്പെട്ടാൽ സ്വർഗസ്ഥനായ എന്റെ പിതാവിങ്കിൽ നിന്ന് നിങ്ങൾക്കത് ലഭിക്കുമെന്ന് അരുളി ചെയ്ത കർത്താവേ, നീ ഉന്നതനാണ്, ഉയർന്നിരിക്കുന്നവൻ, ശാശ്വതവാസി, പരിശുദ്ധൻ എന്ന നാമമുള്ളവൻ, മനുഷ്യനാരും കണ്ടിട്ടില്ലാത്തവനും കാണാൻ കഴിയാത്തവനുമാണ്. 7 അടി അല്പസമയം പരിശുദ്ധ പിതാവേ സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന വചനവുമായി നിൽക്കുമ്പോൾ തിരുനാമം മാത്രം മഹത്വം എടുക്കണം. സകല വാഴ്ചകളെയും അധികാരങ്ങളെയും അന്ധകാരത്തിന്റെ ലോകാധിപതികളെയും സ്വർലോകങ്ങളെ ദുഷ്ടാത്മസേനയും സ്വർഗത്തിന്റെ മേലും ഭൂമിയുടെ മേലും അധികാരമുള്ള യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ സഭ ഒന്നടങ്കം ശാസിച്ച് ജയമെടുക്കുകയാണ്. തിരുനാമം മാത്രം മഹത്വം എടുക്കണം, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു വേദഭാഗം വായിച്ച് 2-3 മിനിറ്റ് എടുത്ത് ഞാൻ എന്റെ സാക്ഷ്യം പറയും. അടുത്ത സമയത്തിനുള്ളിൽ ദൈവവചനവുമായി നമുക്ക് പങ്കുവയ്ക്കാം. Could you please take 1 Peter chapter 2 verses 20 and 21. 1 പത്രോസ് 2-ാം അധ്യായം 20-21 വചനങ്ങൾ. 1 Peter chapter 2 verses 20 and 21. അല്ല, നന്മ ചെയ്തിട്ട് കഷ്ടം സഹിച്ചാൽ അത് ദൈവത്തിനു പ്രസാദകരം. അതിനായിട്ടാണല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ക്രിസ്തു നിങ്ങൾ നിമിത്തം കഷ്ടം സഹിച്ചു. നിങ്ങൾ അവന്റെ കാൽച്ചുവട് പിന്തുടരുവാൻ അവൻ ഒരു മാതൃക വച്ചേച്ചു പോയിരിക്കുന്നു. ഇവിടെ ശുശ്രൂഷിക്കുന്ന എനിക്ക് ഏറ്റവും ബഹുമാന്യനായ പാസ്റ്റർ MB സോമൻ, പാസ്റ്റർ NO ഇടിക്കുള്ള, മറ്റു ദൈവദാസന്മാരെ, ദൈവദാസിമാരെ, എന്റെ പേര് CV എബ്രഹാം. ഞാൻ തൃശ്ശൂരിനടുത്ത് ചാലക്കുടി എന്ന പട്ടണത്തിൽ താമസിച്ച് ശുശ്രൂഷിക്കുകയാണ്. ഈ മഹാപട്ടണത്തിലേക്ക് ആദ്യമായിട്ടാണ് വരുന്നത്. നിങ്ങളെ കാണുവാൻ തന്ന വലിയ കൃപയ്ക്കായി, ദൈവം തന്ന മുഖാന്തരത്തിനായി ഞാൻ നന്ദി പറയുകയാണ്. പ്രൈസ് ദ ലോർഡ്. ഒരു 2-3 മിനിറ്റ് എടുത്ത് ഞാൻ എന്റെ സാക്ഷ്യം പറഞ്ഞ് പരിചയപ്പെടുത്തിയതിനു ശേഷം വചനത്തിലേക്ക് നമുക്ക് കിടക്കാം. 19 വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്നത്. അന്നൊരു സ്കൂളിൽ പ്രിൻസിപ്പളായി ജോലി ചെയ്യുകയായിരുന്നു. ജോലി സംബന്ധമായി ആന്ധ്രാപ്രദേശിലെ വിജയവാഡ എന്ന സ്ഥലത്ത് ടീച്ചേഴ്സിന് ഒരു ട്രെയിനിങ് കൊടുക്കാൻ പോയി. ആ ട്രെയിനിങ്ങിൽ വെച്ച് ഒരു ടീച്ചറെ ഞാൻ പരിചയപ്പെട്ടു. അവരുടെ വീട്ടിലേക്ക് അവരെന്നെ ക്ഷണിച്ചു. അവരുടെ പിതാവുമായി പരിചയപ്പെട്ടു. അവിടെ തെലുങ്കുകാരനായ ഒരു പാസ്റ്റർ വന്ന് ബൈബിൾ പഠിപ്പിക്കും ആഴ്ചയിൽ 2 ദിവസം. ഒരു ദിവസം അദ്ദേഹം പഠിപ്പിച്ചത് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം, നീ വീണ്ടും ജനിക്കണം. 2-ാമത്തെ ദിവസം പഠിപ്പിച്ചത് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം, നീ സത്യത്തിലും ആത്മാവിലും കർത്താവിനെ ആരാധിക്കണം. അതെല്ലാം പഠിച്ചൊരു 40 ദിവസം ഞാൻ ആ ഭവനത്തിൽ താമസിച്ചു. കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചു. അദ്ദേഹത്തിന്റെ കൈകീഴിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനമേറ്റു. അതിനുശേഷം എന്റെ അടിസ്ഥാനപരമായ ബൈബിൾ വിദ്യാഭ്യാസത്തിന് ശേഷം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നെ ഇന്ത്യൻ എംബസിയുടെ സ്കൂൾ കൗൺസിലറായി സൗദി അറേബ്യയിലേക്ക് അയച്ചു. അവിടെ 6 വർഷം സൗദി അറേബ്യയിൽ ഇന്ത്യൻ എംബസിയുടെ സ്കൂളിന് വേണ്ടി ജോലി ചെയ്തു. ധാരാളം പേരോട് സുവിശേഷം പറഞ്ഞു. ധാരാളം പേര് രക്ഷിക്കപ്പെട്ടു. 6-ാമത്തെ വർഷം സ്കൂൾ എന്നെ ടെർമിനേറ്റ് ചെയ്തു. സുവിശേഷത്തിന്റെ പേരിൽ അവിടെ നിന്ന് നാട് കടത്തി. അതിനുശേഷം ഞാൻ ഒമാനിൽ വന്നു. ഒമാനിൽ ഇന്ത്യൻ എംബസിയുടെ സ്കൂളിൽ കൗൺസിലറായി കുറെ മാസങ്ങൾ ജോലി ചെയ്തു. അവിടെ നിന്നും സുവിശേഷത്തിന്റെ പേരിൽ എന്നെ ടെർമിനേറ്റ് ചെയ്തു. 3 വർഷത്തെ ലേബർ ബാനോടുകൂടി നാട്ടിലേക്ക് വിട്ടു. അതിനുശേഷം ദുബൈയിൽ പോയി ഓക്സ്ഫോർഡ് സ്കൂളിൽ ഹെഡ് മാസ്റ്ററായി കുറെ നാൾ ജോലി ചെയ്തു. അവിടെ നിന്നും സുവിശേഷത്തിന്റെ പേരിൽ പുറത്താക്കി. ഇപ്പോൾ ഞാൻ ചാലക്കുടി പട്ടണത്തിൽ താമസിച്ച് ശുശ്രൂഷിക്കുകയാണ്. പ്രൈസ് ഗോഡ്. അല്ല, നന്മ ചെയ്തിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാൽ അത് ദൈവത്തിനു പ്രസാദകരം. അതിനായിട്ടാണല്ലോ എന്നെ അയച്ചിരിക്കുന്നത്. ക്രിസ്തു ഞാൻ നിമിത്തം കഷ്ടം അനുഭവിച്ചു. ഞാൻ അവന്റെ കാൽച്ചുവട് പിന്തുടരുവാൻ അവൻ എനിക്കൊരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. കുറെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. 10 മിനിറ്റ്. ന്യൂയോർക്ക് പട്ടണത്തിലെ നമ്പർ 1 ഫസ്റ്റ് ബാപ്റ്റിസ്റ്റ് ചർച്ച്, അവിടുത്തെ പാസ്റ്ററുടെ പേര് പാസ്റ്റർ മാക്സ്വെൽ. ഡിസംബർ മാസം 30-ാം തീയതി
അദ്ദേഹത്തിന്റെ ഭാര്യയായ മേരിയോട് പറഞ്ഞു, നാളത്തെ ലാസ്റ്റ് മെസ്സേജ് ഓഫ് ദ ഇയർ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഞാൻ എന്റെ പഠനമുറിയിലേക്ക് പോവുകയാണ്, എന്നെ ഒരു കാരണവശാലും ശല്യം ചെയ്യരുത്. സിസ്റ്റർ മേരി പറഞ്ഞു, ഞാൻ എന്റെ നഴ്സറിയിലേക്ക് പോവുകയാണ്, ഞാൻ അങ്ങേ ശല്യം ചെയ്തില്ല. ആര് വിസിറ്റേഴ്സ് വന്നാലും എന്നെ ശല്യം ചെയ്യരുത്. പാസ്റ്റർ മാക്സ്വെൽ 30 വർഷമായി ആ സഭയിൽ ശുശ്രൂഷിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പഠന റൂമിലേക്ക് നെക്സ്റ്റ് ഡേയിൽ കൊടുക്കേണ്ട മെസ്സേജ് പ്രിപ്പയർ ചെയ്യുവാൻ വേണ്ടി കയറി. വളരെയധികം ചിന്തകൾ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ വന്നു. അതൊന്നും ശരിയല്ല അടുത്ത ദിവസം പ്രസംഗിക്കേണ്ടത്. പല പല വിഷയങ്ങൾ പ്രസംഗിക്കണമെന്ന് ആഗ്രഹിച്ചു, പക്ഷെ അതൊന്നും വേണ്ടെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. അവസാനം അദ്ദേഹത്തിന്റെ ചിന്ത, ശ്രദ്ധ 1 പത്രോസ് 2:20-21 വന്നു. അല്ല, നന്മ ചെയ്തിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാൽ അത് ദൈവത്തിനു പ്രസാദകരം. അതിനായിട്ടാണല്ലോ ക്രിസ്തു എന്നെ വിളിച്ചിരിക്കുന്നത്. ക്രിസ്തു ഞാൻ നിമിത്തം കഷ്ടം അനുഭവിച്ചു. ഞാൻ അവന്റെ കാൽച്ചുവട് പിന്തുടരുവാൻ അവൻ എനിക്കൊരു മാതൃക വെച്ചു പോയിരിക്കുന്നു. ആ വിഷയത്തെക്കുറിച്ച് ഒരു മെസ്സേജ് തയ്യാറാക്കുവാൻ പാസ്റ്റർ മാക്സ്വെൽ തീരുമാനിച്ചു. പ്രസംഗം തയ്യാറാക്കി. ഇംഗ്ലീഷുകാരെല്ലാം ശരിക്കും പ്രസംഗം എഴുതി തയ്യാറാക്കും. ഏകദേശം 70% എഴുതി കഴിഞ്ഞപ്പോൾ കോളിംഗ് ബെൽ അടിക്കുന്നു. അദ്ദേഹം അക്ഷമനായി. അല്പം കഴിഞ്ഞ് വീണ്ടും കോളിംഗ് ബെൽ അടിക്കുന്നു. അദ്ദേഹം നേരെ പാഴ്സനേജിന്റെ ഫ്രണ്ട് ഡോറിലേക്ക് ചെന്നപ്പോൾ അക്ഷോഭ്യനായ ഒരു മനുഷ്യൻ, നീട്ടി വളർത്തിയ താടിയും മുടിയും, മുഷിഞ്ഞു നാറിയ വസ്ത്രം, കയ്യിലൊരു തൊപ്പിയുണ്ട്. ആ തൊപ്പി ഇടത്തെ കൈയിലേക്കും വലത്തെ കൈയിലേക്കും മാറി മാറി ഇങ്ങനെ പിടിച്ചുകൊണ്ടേ നിൽക്കുന്നു. ഒറ്റ നോട്ടത്തിൽ ഒരു ഭ്രാന്തനെ പോലെയോ ഒരു കുറ്റവാളിയെ പോലെയോ തോന്നാം. അദ്ദേഹം പറഞ്ഞു, താങ്കൾ വിചാരിക്കുന്നത് പോലെ ഞാനൊരു ഭ്രാന്തനോ കുറ്റവാളിയോ അല്ല. ഈ പട്ടണത്തിൽ ഞാൻ അപരിചിതനാണ്. എന്റെ ജോലി തയ്യലാണ്, ടൈലറിംഗ്. പുതിയ ശാസ്ത്രവിദ്യകളൊക്കെ കണ്ടുപിടിച്ചതോടുകൂടി എനിക്ക് എന്റെ ജോലി നഷ്ടപ്പെട്ടു. ഞാൻ ഈ പട്ടണത്തിൽ ഒരു ജോലി അന്വേഷിച്ചു വന്നതാണ്. അങ്ങേക്ക് ഒരു റെഫറൻസ് തരാമോ എനിക്ക്? പാസ്റ്റർ മാക്സ്വെൽ പറഞ്ഞു, ഇന്ന് എനിക്ക് വളരെ തിരക്കാണ്. മാത്രമല്ല എനിക്ക് വലിയ പരിചയമില്ല. പട്ടണത്തിൽ ജോലി വളരെ കുറവാണ്. അങ്ങേക്ക് റെയിൽവേയുടെ സൂപ്രണ്ടിനെ അറിയാമോ? അദ്ദേഹത്തിന് വേണ്ടി എനിക്ക് ഒരു റെഫറൻസ് തരാമോ? എനിക്ക് റെയിൽവേ സൂപ്രണ്ടിനെ അറിയില്ല. ഐ എം സോറി, ഐ എം സോ ബിസി ടുഡേ. നിങ്ങൾ വേറെ ആരെങ്കിലും പോയി കാണൂ. ഈ മനുഷ്യൻ അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്ന തൊപ്പി വലത്തെ കൈയിൽ നിന്ന് ഇടത്തെ കൈയിലേക്കും ഇടത്തെ കൈയിൽ നിന്ന് വലത്തെ കൈയിലേക്കും ഇങ്ങനെ മാറി മാറി പിടിച്ച് നടന്നു നീങ്ങി. മാക്സ്വെൽ അത് നോക്കിക്കൊണ്ടേയിരുന്നു. ബാക്കി സമയം അദ്ദേഹം പ്രിപ്പയർ ചെയ്തു, പ്രസംഗം പൂർത്തീകരിച്ചു. പിറ്റേ ദിവസം ഞായറാഴ്ച ഡിസംബർ മാസം 31 ആ വർഷം ഒരു സൺഡേ ആണ്. ശുശ്രൂഷിക്കുവാൻ അദ്ദേഹം കയറി. പ്രസംഗം 3/4 ഭാഗമായി. അപ്പോൾ സഭാ ഹാളിന്റെ മുമ്പിലെ ഡോർ വഴി ഒരാൾ കയറി വരുന്നു. അദ്ദേഹം നേരെ നടന്നു പുൾപിറ്റിന്റെ അടുത്ത് വന്ന് നിന്ന് ജനങ്ങളെ നോക്കുകയാണ്. ശാന്തഗംഭീരമായ മുഖം, എല്ലാ കണ്ണുകളിലേക്കും നോക്കി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞാനൊരു കുറ്റവാളിയോ ഭ്രാന്തനോ അല്ല. ഈ പട്ടണത്തിൽ ജോലി അന്വേഷിച്ചു വന്നതാണ്. ജോലി കിട്ടിയില്ല. കഴിഞ്ഞ ദിവസം ഈ പാസ്റ്റർ വന്ന് ഞാൻ കാണാൻ ഇടയായി. അദ്ദേഹം അറ്റ്ലീസ്റ്റ് എന്നോട് സോറി എന്ന് പറഞ്ഞു. ഇത് സംസാരിക്കുമ്പോൾ അദ്ദേഹം കിതച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ. മനുഷ്യൻ ജനങ്ങളോടായി ചോദിക്കുകയാണ്. ഇന്ന് പാസ്റ്റർ പ്രസംഗിച്ച പ്രസംഗം നിങ്ങളുടെ ജീവിതവുമായിട്ട് വല്ല ബന്ധവുമുണ്ടോ? ജനങ്ങൾ മിണ്ടുന്നില്ല. ആ സഭയിൽ ആരാധിക്കാൻ വരുന്ന ചില പ്രമുഖരുടെ പേരുകൾ ഞാൻ പറയാം. വാൾമാർട്ടിന്റെ ചെയർമാൻ, ന്യൂയോർക്ക് ടൈംസിന്റെ പ്രസിഡന്റ്, ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയുടെ ചാൻസലർ, ഹോളിവുഡിലെ പല ആക്ടേഴ്സ്, ഇങ്ങനെ പട്ടണത്തിലെ പ്രമുഖരും പ്രസിദ്ധരും പണക്കാരുമായ ആൾക്കാർ ആരാധിക്കാൻ വരുന്ന സഭയാണ് ഫസ്റ്റ് ബാപ്റ്റിസ്റ്റ് ചർച്ച്. ഞാൻ അവന്റെ കാൽച്ചുവട് പിന്തുടരുവാൻ അവൻ എനിക്കൊരു മാതൃക വെച്ചു പോയിരിക്കുന്നു. പാസ്റ്റർ പ്രസംഗിച്ചതും നിങ്ങളുടെ ജീവിതവുമായി വല്ല ബന്ധവുമുണ്ടോ? ഓരോ മുഖത്തേക്കും നോക്കി അദ്ദേഹം ഈ ചോദ്യം ചോദിക്കുന്നു. ആർക്കും ഉത്തരമില്ല. ഇങ്ങനെ ഒരു വ്യക്തി ആ ചർച്ചിൽ വന്നിട്ടേയില്ല. കിതച്ച് അദ്ദേഹം താഴെ കുഴഞ്ഞു വീണു.
അദ്ദേഹത്തെ രണ്ട് സഹോദരന്മാർ വന്ന് പിടിച്ചൊരു കസേരയിലിരുത്തി. പാസ്റ്റർ മാക്സ്വെൽ പെട്ടെന്ന് പറഞ്ഞു, ദ സർവീസ് ഈസ് ഓവർ. ആരാധന തീർന്നു. ആരാധനയ്ക്ക് ശേഷം സ്വാഭാവികമായി പാസ്റ്റർ മാക്സ്വെൽ അദ്ദേഹത്തിന്റെ കോൺഫറൻസ് റൂമിലേക്ക് പോകും. കൂടെ സെക്രട്ടറിയോ ട്രഷററോ പ്രസിഡന്റോ ആർക്കും ചിലരൊക്കെ പോകും. എന്നാൽ ആ ദിവസം ആരാധനയ്ക്ക് ശേഷം സഭയിൽ ആരാധിക്കാൻ വന്ന സകല ദൈവമക്കളും പാസ്റ്റർ മാക്സ്വെല്ലിന്റെ പുറകെ പോയി. മാക്സ്വെൽ അസ്വസ്ഥനായി അവരോട് പറഞ്ഞു, കഴിഞ്ഞ 30 വർഷം ഞാൻ ഈ സഭയിൽ ശുശ്രൂഷിക്കുകയാണ്. ഇതുപോലെ എന്റെ മനസ്സിനെ പിടിച്ചുകുലുക്കിയ ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഇന്ന് പ്രസംഗിച്ച പ്രസംഗവും നമ്മുടെ ജീവിതവുമായി വല്ല ബന്ധവുമുണ്ടോ? ഞാൻ അവന്റെ കാൽച്ചുവട് പിന്തുടരുവാൻ അവൻ നമുക്കൊരു മാതൃക വെച്ചു പോയിരിക്കുന്നു. നമ്മൾ കർത്താവിന്റെ കാൽച്ചുവട് പിന്തുടരുന്നുണ്ടോ? ഓരോരുത്തരും ചിന്തിക്കാൻ തുടങ്ങി. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും ചിന്തിച്ച് ആ വിഷയവും നമ്മുടെ ജീവിതവും തമ്മിൽ ഒന്ന് ബന്ധപ്പെടുത്താൻ താല്പര്യമുള്ളവർ അടുത്ത ബുധനാഴ്ച വൈകുന്നേരം 7 മണിക്ക് ഇവിടെ വരിക. പാസ്റ്റർ മാക്സ്വെൽ അദ്ദേഹത്തിന്റെ ചെറിയ മെസ്സേജ് അവസാനിപ്പിച്ചു. ജനങ്ങൾ പിരിഞ്ഞുപോയി. അടുത്ത ബുധനാഴ്ച 7 മണി. മാക്സ്വെൽ എത്തുന്നതിന് മുമ്പ് പല പ്രമുഖരും എത്തി. മാക്സ്വെൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു സഹോദരൻ എഴുന്നേറ്റിട്ട് പറഞ്ഞു, എനിക്ക് 4 ആൺമക്കളാണുള്ളത്. പാസ്റ്റർക്ക് അറിയാമോ? അറിയാം. എന്റെ 4 ആൺമക്കളും എന്നെ അനുസരിക്കത്തില്ല. കർത്താവ് ഒരു കുടുംബത്തിന്റെ നാഥനാണെങ്കിൽ, ഒരു പിതാവാണെങ്കിൽ എങ്ങനെയായിരിക്കും പെരുമാറുന്നത്? അതുപോലെയല്ല കഴിഞ്ഞ വർഷങ്ങളിൽ ഒന്നും ഞാൻ പെരുമാറിയത്. ഞാൻ എന്റെ ഹൃദയത്തിൽ ഒരു തീരുമാനമെടുത്തു. ഇന്നു മുതൽ കർത്താവാണ് എന്റെ കുടുംബത്തിൽ പിതാവെങ്കിൽ അദ്ദേഹം എങ്ങനെ പെരുമാറും അതുപോലെ ഞാനും പെരുമാറാൻ തീരുമാനിച്ചു. ദൈവമക്കളെ, നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ദൈവവചനത്തിലേക്ക് ക്ഷണിക്കുന്നു. ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 4 മുതൽ 5 വരെയുള്ള വചനത്തിൽ ഇപ്രകാരം പറയുന്നു. ഇയ്യോബിന് 10 അനുഗ്രഹിക്കപ്പെട്ട മക്കൾ, 7 ആൺമക്കളും 3 പെൺമക്കളും. ഈ ആൺമക്കളും പെൺമക്കളും, ആൺമക്കൾ ആൾക്കാരെ അയച്ച് പെൺമക്കളെ വിളിച്ച് ആൺമക്കളുടെ വീടുകളിൽ ഇടയ്ക്കിടയ്ക്ക് കൂടി അവർ തിന്നുകുടിക്കും. തിന്നുകുടിച്ചു കഴിയുമ്പോൾ തന്റെ മക്കൾ ഹൃദയത്തിൽ ദൈവത്തെ ശപിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ ഇയ്യോബ് രാവിലെ എഴുന്നേറ്റ് മക്കളുടെ എണ്ണത്തിന് ആനുപാതികമായി ഹോമയാഗങ്ങൾ ചെയ്യുമായിരുന്നു. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു സഹോദരൻ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, ബ്രദർ, എനിക്ക് 2 അനുഗ്രഹിക്കപ്പെട്ട പെൺമക്കൾ. മൂത്ത മകൾ BSc നഴ്സിംഗിന് ശേഷം പൂനെയിൽ ഒരു ഹോസ്പിറ്റൽ ജോലി ചെയ്യുകയായിരുന്നു. അവൾ അതേ ഹോസ്പിറ്റൽ ജോലി ചെയ്യുന്ന ഒരു ബ്രാഹ്മണ യുവാവിനെ സ്നേഹിച്ചു കല്യാണം കഴിച്ചു. ഞാൻ സൗദി അറേബ്യയിൽ നിന്ന് പൂനെയിൽ അവധിക്ക് ചെന്ന് 2-3 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ വിവരം അറിഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എന്റെ മകൾ ഒരു പുരുഷനുമായി എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, പപ്പ, ഇതെന്റെ ഹസ്ബൻഡാണ്, ഞങ്ങളെ അനുഗ്രഹിക്കണം. ഞാൻ എന്റെ വലത്തെ കൈ മകളുടെ ശിരസിലും ഇടത്തെ കൈ പുരുഷന്റെ ശിരസിലും വെച്ച് പറഞ്ഞു, നിങ്ങൾ പോകുന്ന സ്ഥലങ്ങൾ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലം പോലെ ആയിത്തീരും. സൗദി അറേബ്യ ആയിത്തീരും, മരുഭൂമി ആയിത്തീരും. ഈ പിതാവ് എന്നെ കണ്ടപ്പോൾ പറയുകയാണ്, കഴിഞ്ഞ 3 ദിവസമായി ഞാൻ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുക. ഞാൻ ഓമനിച്ചു വളർത്തിയ എന്റെ മകൾ എന്തുകൊണ്ടിങ്ങനെ ഒരു അന്യജാതിക്കാരന്റെ കൂടെ എന്നോട് ചോദിക്കാതെ പോയി? ഞാൻ അദ്ദേഹത്തോടൊരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യം ഇവിടെ ഇരിക്കുന്ന സകല പിതാക്കന്മാരോടും ഈ രാത്രികൾ ചോദിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾ താങ്കളുടെ മക്കൾക്ക് വേണ്ടി ദിനം പ്രതി യാഗം സമർപ്പിക്കാറുണ്ടായിരുന്നു? പ്രീസ്ലി സാക്രിഫൈസ്, പൗരോഹിത്യ യാഗം. അദ്ദേഹം ചോദിച്ചു, എന്താണ് ഈ യാഗം? യോബിന്റെ 7 ആൺമക്കൾ ആളുകളെ അയച്ച് പെൺമക്കളെ വരുത്തി തിന്നുകുടിച്ചു കഴിയുമ്പോൾ ഹൃദയത്തിൽ ദൈവത്തെ ശപിച്ചിട്ടുണ്ടാകുമെന്ന് മനസ്സിലാക്കി യോബ് രാവിലെ എഴുന്നേറ്റ് മക്കളുടെ എണ്ണത്തിന് ആനുപാതികമായി ഹോമയാഗം ചെയ്തു. യോബ് ചെയ്ത ഹോമയാഗം ഇപ്രകാരമാണ്: കർത്താവേ, നീ എനിക്ക് തന്ന എന്റെ 10 അനുഗ്രഹിക്കപ്പെട്ട മക്കൾക്കായി ഞാൻ നന്ദി കരേറ്റുന്നു. ഇന്നത്തെ ദിവസം എന്റെ മക്കൾ ചെയ്ത പാപം ക്ഷമിച്ച് നിന്റെ രക്തത്താൽ ശുദ്ധീകരിക്കണമേ. കാലത്തിന്റെ തികവിൽ നിന്റെ ഇഷ്ടപ്രകാരമുള്ള ജീവിത പങ്കാളികളെ കൊണ്ട് എന്റെ മക്കളെ അനുഗ്രഹിക്കണം. എന്നൊരു പിതാവ് തന്റെ മക്കൾക്ക് വേണ്ടി ദിനം പ്രതി യാഗം സമർപ്പിച്ചാൽ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഒരു കാര്യം നിങ്ങളുമായി പങ്കുവെക്കട്ടെ. നാം ഇന്ന് ചുറ്റുപാടും കാണുന്നത് പോലെ മക്കൾ പ്രായപൂർത്തിയാകുമ്പോൾ അപ്പന്റെയും അമ്മയുടെയും ഇഷ്ടം കൂടാതെ ഏതെങ്കിലും ഒരു പുരുഷന്റെയോ സ്ത്രീയുടെയോ കൂടെ പോകത്തില്ല. സകല പിതാക്കന്മാർ ഈ വർഷത്തിന്റെ അവസാനം ചെയ്യേണ്ട ഒരു കാര്യം, ഞാൻ ഓർമ്മിത പിതാവാണ്, 4 മക്കളുണ്ട്. നിങ്ങളും നിങ്ങളുടെ ഭാര്യയും മക്കളും കൂടി പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ പറയുക, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പേര് പറഞ്ഞ്, കർത്താവേ, നീ എനിക്ക് തന്ന 2 അനുഗ്രഹിക്കപ്പെട്ട മക്കൾക്കായി ഞാൻ നന്ദി കരേറ്റുന്നു. ഓഫറിംഗ് താങ്ക്സ് ഗിവിംഗ്.
A father has to offer thanksgiving for his children on behalf of God. When father does so, he acts as the head of the family. Father is the head of the family. So never ever question the spiritual authority, spiritual headship of your father. Tonight, Holy Spirit wants to ask you something so emphatically. Have I ever questioned the spiritual authority of my father? Then before I go to bed, I would like to say, ask your dad to excuse you that. And ask him to bless you in the name of Jesus Christ. When your father excuses you and blesses you in the name of Jesus Christ, life would be a blessing. കർത്താവേ, നീ എനിക്ക് തന്ന എന്റെ 2 അനുഗ്രഹിക്കപ്പെട്ട മക്കൾക്കായി സ്തോത്രം. ഓഫറിംഗ് താങ്ക്സ് ഗിവിംഗ്. ഇന്നത്തെ ദിവസം എന്റെ മക്കൾ ചെയ്ത പാപം ക്ഷമിക്കണം കർത്താവേ. കൺഫസിംഗ് ഫെയ്ത്ത്. നിന്റെ ഇഷ്ടപ്രകാരമുള്ള ജീവിത പങ്കാളിയെ കൊണ്ട് അവരെ അനുഗ്രഹിക്കണമെന്നൊരു പിതാവ് തന്റെ മക്കൾക്ക് വേണ്ടി ദിനംപ്രതിയാഗം സമർപ്പിച്ചാൽ ദൈവസന്നിധിയിൽ ഈ മക്കൾ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരും. ഒരു പിതാവ് തന്റെ മക്കൾക്ക് വേണ്ടി ദിനംപ്രതി യാഗം സമർപ്പിച്ചാൽ നാം ഇന്ന് ലോകത്ത് കാണുന്നത് പോലെ കുടുംബ ബന്ധങ്ങൾ താരുമാറാകത്തില്ല. നാം അനുഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്, പ്രോമിസസുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്, പുതിയ പുതിയ കമ്മിറ്റ്മെന്റ്സ് എടുക്കാറുണ്ട്. എന്നാൽ ഒരു കാര്യം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കട്ടെ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിവാഹമോചനം നടക്കുന്നത് കേരളത്തിലാണ്. കേരളത്തിൽ പത്തനംതിട്ട ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഫാമിലി കോർട്ടുകൾ ഉള്ളത് പത്തനംതിട്ട ജില്ലയിലാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഈ നൂറ്റാണ്ടിലെ ഏറ്റവും ശ്രദ്ധേയമായ വിവാഹമായിരുന്നു ചാൾസിന്റെയും ഡയാനയുടെയും വിവാഹം. അവർ ആംഗ്ലിക്കൻ ചർച്ചിലെ മെമ്പേഴ്സ്. വിവാഹത്തിന്റെ തലേദിവസം ഡയാന വിവാഹ ശുശ്രൂഷ നടത്തേണ്ട ആംഗ്ലിക്കൻ ചർച്ചിലെ കാൻറ്റർബറി ആർച്ച് ബിഷപ്പിന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, ബിഷപ്പ്, നാളെ ഞാൻ എടുക്കാൻ പോകേണ്ട ഓത്ത് എനിക്കൊന്ന് വായിച്ചു നോക്കണം. അവൾ ആ ഓത്ത് വായിച്ചപ്പോൾ അതിനകത്ത് സബ്മിസീവ് എന്നും പറഞ്ഞൊരു വാക്ക് അവൾ കണ്ടു. അവൾ ബിഷപ്പിനോട് പറഞ്ഞു, കുഡ് യു പ്ലീസ് ഡിലീറ്റ് ദിസ് വേർഡ് ഫ്രം മൈ ഓത്ത് ആൻഡ് ഐ എം നോട്ട് ഗോയിങ് ടു ബി സബ്മിസീവ് ടു മൈ ഹസ്ബൻഡ്. രാജാവിന്റെ അധികാരത്തിന്റെ കീഴിലാണ് ബിഷപ്പിന്റെ അധികാരം ആംഗ്ലിക്കൻ ചർച്ചിൽ. ബിഷപ്പ് ആ വാക്ക് മാറ്റുവാൻ നിർബന്ധിക്കപ്പെട്ടു. അവരുടെ വിവാഹ ജീവിതം എങ്ങനെ പര്യവസാനിച്ചു എന്ന് നമുക്കറിയാം. My dear sisters, your husband, he is the spiritual head of the family. Tonight, think for a minute. Have I ever ignored my husband? Have I ever questioned him? Have I ever abused him physically or verbally? Have I ever underestimated him? Then until and unless Holy Spirit tells me to excuse him and ask him to bless you in the name of Jesus Christ, life would never be a blessing. Praise God. ഞാനൊരു മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഒരു സഹോദരി എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, സർ, എനിക്ക് താങ്കളുമായിട്ടൊന്ന് സംസാരിക്കണം. ഞാൻ പറഞ്ഞു, നമുക്ക് നാളെ സംസാരിക്കാം. നാളെ ഞാൻ ആ സഹോദരിയുടെ വീട്ടിൽ ചെന്നപ്പോൾ അവർ എന്നോട് പറഞ്ഞു, എനിക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു ഹസ്ബൻഡ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഞാനും ഒരേ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു. അദ്ദേഹത്തിന് ജോലിയില്ലാത്ത ദിവസങ്ങൾ എനിക്ക് ആഹാരം ഉണ്ടാക്കി തരും. അതിൽ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് എന്നൊക്കെ എന്റെ ടിഫിൻ കാരിയറിൽ ലേബൽ ചെയ്യും. എന്റെ വസ്ത്രങ്ങളൊക്കെ വാഷ് ചെയ്ത് അയൺ ചെയ്ത് തരും. Such a good man he was. പക്ഷേ ഞങ്ങൾ 1-2 പറഞ്ഞ് പിണങ്ങുമ്പോൾ ഞാൻ പറയും, റോയിച്ച, ഐ വുഡ് ഡിവോഴ്സ് യു. തമാശ പറഞ്ഞതാണ്. പക്ഷെ ഡിവോഴ്സ് നടന്നില്ല. എന്റെ ഹസ്ബൻഡ് 35 വയസ്സ് പ്രായമാകും മുമ്പേ ബ്രെയിൻ ട്യൂമർ പിടിച്ചു മരിച്ചു. ഞാൻ 2 വർഷത്തിനുള്ളിൽ മറ്റൊരു വിവാഹം കഴിച്ചു. അത് 2 ആഴ്ചക്കുള്ളിൽ വിവാഹ മോചനത്തിൽ കലാശിച്ചു. എന്താണ് ബ്രദർ അങ്ങനെ സംഭവിച്ചതെന്നൊന്ന് പറയാമോ? ഞാൻ പറഞ്ഞു, നിസാരമായ കാര്യം. നോക്കിക്കേ സിസ്റ്റർ, വായിക്കുക എക്ലീസിയാസ്തസ് ചാപ്റ്റർ 5 വേഴ്സ് 6. സഭാപ്രസംഗി 5:6. നിന്റെ വായി നിന്റെ ദേഹത്തിനു പാപകാരണമാകരുത്. അബദ്ധവശാൽ വന്നുപോയെന്ന് നീ ദൂതന്റെ സന്നിധിയിൽ പറയരുത്. ദൈവം നിന്റെ വാക്കു നിമിത്തം കോപിച്ച് നിന്റെ കൈകളുടെ പ്രവൃത്തിയെ നശിപ്പിച്ചു കളയും. എനിക്കൊരു ഡോക്ടറെ കുറിച്ച് അറിയാം. ആ ഡോക്ടർ രാവിലെ ഹോസ്പിറ്റൽ റൗണ്ട്സിന് ചെയ്ത് ഓരോ രോഗിയുടെയും അടുത്ത് ചെല്ലുമ്പോൾ പറയും ഗുഡ് മോർണിംഗ്. അവര് തിരിച്ച് ഗുഡ് മോർണിംഗ് പറയുന്നതിന് മുമ്പേ അദ്ദേഹം പറയും, ചോദിക്കും ഹൗ ആർ യു. ഹൗ ആർ യു എന്ന ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പേ അദ്ദേഹം മറ്റൊരു സ്റ്റേറ്റ്മെന്റ് പറയും, ഷോ മീ യുവർ ടങ്. ഗുഡ് മോർണിംഗ്, ഹൗ ആർ യു, ഷോ മീ യുവർ ടങ്. നാവ് നീട്ടിക്കേ. രോഗികൾ നാവ് നീട്ടിക്കഴിഞ്ഞാൽ പിന്നെ സംസാരിക്കാൻ ഒക്കത്തില്ല. അല്ലെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ, നാവ് നീട്ടിയാൽ സംസാരിക്കാൻ ഒക്കത്തില്ല. നാക്കിലേക്ക് ഡോക്ടർ ടോർച്ച് അടിച്ചു നോക്കും. നാവിന്റെ ലക്ഷണം കണ്ട ഡോക്ടർക്കറിയാം രോഗി എന്താണ് അനുഭവിക്കുന്നത്. വായിൽ നിന്ന് വരുന്നത് കേട്ടാൽ അറിയാം ഏത് ആത്മമണ്ഡലത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത്.
നിന്റെ വായ് നിന്റെ ദേഹത്തിന് പാപകാരണമാകരുത്. അബദ്ധവശാൽ വന്നുപോയെന്ന് ദൂതന്റെ സന്നിധിയിൽ പറയരുത്. ദൈവം നിന്റെ വാക്ക് നിമിത്തം കോപിച്ച് നിന്റെ കൈകളുടെ പ്രവൃത്തിയെ നശിപ്പിച്ചു കളയും. ഹല്ലേലൂയ. പെട്ടെന്ന് ചിലപ്പോൾ ദേഷ്യം കയറുമ്പോൾ ഈ കുഞ്ഞുങ്ങളോട് പറയും, അസത്തെ നീ പോയി ചാക്, നന്നാകത്തില്ല. പെട്ടെന്ന് പറയുന്നത് അങ്ങനെ തന്നെ സംഭവിക്കും. അടുത്ത നിമിഷം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഹേമിപ്പിക്കുമ്പോൾ അവനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് പറയുക, മോനെ, മമ്മിക്ക് ദേഷ്യം വന്നപ്പോൾ അങ്ങനെ പറഞ്ഞതാണ്, ക്ഷമിക്കണം. ആൻഡ് ഐ ബ്ലെസ് യു ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു. ഫ്രൈഡേ വർഷിപ്പിന് ശേഷം ഭാര്യയും ഭർത്താവും മക്കളും വീട്ടിലെത്തി. കൊച്ചു കൊച്ചു കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയായിരുന്നു. വൈകുന്നേരം അത്താഴം കഴിക്കാൻ സമയമായപ്പോൾ ഭർത്താവ് പറഞ്ഞ ഒരു കാര്യം ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് വിചാരിക്കുക. സഹോദരിമാർ ഇമോഷണലാണ്, പുരുഷൻ ലോജിക്കലാണ്. പെട്ടെന്ന് അവക്കൊരു ഹർട്ട് ഫീലിംഗ് ഉണ്ടായി. അവൾ ആഹാരം വിളമ്പി കൊടുത്തിട്ട് പറഞ്ഞു, അച്ഛൻ കഴിച്ചു, എനിക്ക് നല്ല സുഖമില്ല, ഞാൻ എന്തോ വയറ്റിലൊരു അസ്വസ്ഥത തോന്നുന്നു, ഞാൻ അങ്ങേ മുറിയിൽ പോയി ഇന്ന് സ്തോത്രത്തിൽ ജാഗരിക്കട്ടെ. അവൾ അങ്ങേ മുറിയിൽ പോയി സ്തോത്രത്തിൽ ജാഗരിക്കുമ്പോൾ സ്വർഗത്തിൽ എന്ത് നടക്കുന്നു എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. സ്വർഗത്തിൽ ഒരു ഡിവൈൻ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഉണ്ട്. അവിടാണ് പിതാവായ ദൈവമാണ് അവിടുത്തെ ന്യായാധിപൻ. അവിടെ ഒരു പ്രോസിക്യൂട്ടർ ഉണ്ട്. ദൈവമക്കളെ കുറിച്ച് രാപകൽ ദൈവത്തിന്റെ സന്നിധിയിൽ അപവാദം പറയുന്ന സാത്താൻ. ഭൂമിയിലിരിക്കുന്ന പ്രതിയെക്കുറിച്ച്, പ്രതിക്കൊരു വക്കീലുണ്ട്, യേശു ക്രിസ്തു. എന്റെ വക്കീലായ യേശു ക്രിസ്തുവിനോട് ഞാൻ ഏറ്റു പറയാത്തതും ഉപേക്ഷിക്കാത്തതുമായ ഏതെങ്കിലും പാപ സ്വഭാവം എന്നിലുണ്ടെങ്കിൽ അതിന്റെ മേൽ സാത്താന് നിയമപരമായ അവകാശം കാണും. Life and death are in the power of the tongue, and those who love it will eat its fruit. ജീവനും മരണവും നാവിന്റെ അധികാരത്തിലിരിക്കുന്നു. അതിനെ ഇഷ്ടപ്പെടുന്നവൻ അതിന്റെ ഫലം തിന്നും. ഒരു സംഭവം, ന്യൂയോർക്ക് പട്ടണത്തിലെ ഒരു മലയാളി പെന്റക്കോസ്റ്റൽ ചർച്ച്, അവിടുത്തെ പാസ്റ്ററുടെ മകൻ ആഫ്രിക്കക്കാരിയായ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു. ആഫ്രിക്കക്കാരിയെ വിവാഹം കഴിച്ചത് തെറ്റോ ശരിയോ എന്ന് ഞാൻ പറയുന്നില്ല. നേരം കിട്ടുമ്പോൾ സംഖ്യാപുസ്തകം 12-ാമത്തെ അധ്യായം ആദ്യത്തെ ഭാഗങ്ങൾ വായിച്ചു നോക്കുക. ദൈവമക്കളെല്ലാം പറഞ്ഞു, പാസ്റ്ററുടെ മകൻ ആഫ്രിക്കക്കാരിയെ വിവാഹം കഴിച്ചുകൊണ്ട് അദ്ദേഹത്തെ സഭയിൽ നിന്ന് പുറത്താക്കണം. പാസ്റ്ററുടെ സാക്ഷ്യം നഷ്ടപ്പെട്ടു. പാസ്റ്റർ മിണ്ടിയില്ല. കുറെ നാൾ കഴിഞ്ഞപ്പോൾ ജനങ്ങൾ കൂടി, പാസ്റ്റർ പുറത്തു പോകണം, അല്ലെങ്കിൽ ഞങ്ങൾ പുറത്താക്കും. പാസ്റ്റർ പറഞ്ഞു, എന്നെ പുറത്താക്കണ്ട, ഞാൻ തന്നെ പൊക്കോളാം. അദ്ദേഹം പുറത്തുപോയി. ഇനി ബാക്കി കേൾക്കൂ. അദ്ദേഹത്തിന്റെ ഭാര്യ എന്നോട് പറഞ്ഞ സാക്ഷ്യം. വർഷങ്ങൾ പലത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ പുറത്താക്കാൻ തീരുമാനിച്ച മുഴുവൻ ദൈവമക്കളുടെ മക്കൾ അപ്പനും അമ്മയ്ക്കും ഇഷ്ടപ്പെടാത്ത വൈവാഹിക ബന്ധങ്ങളിൽ തലയിട്ടു. ചിലരൊക്കെ ആത്മഹത്യ ചെയ്തു, ചിലര് അകാലത്തിൽ മരിച്ചു. മൈ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഒരു കാര്യം ഞാൻ പറയട്ടെ. യുവർ പാസ്റ്റർ ഈസ് ദ സ്പിരിച്വൽ ഹെഡ് ഓഫ് ദ ചർച്ച്. ഹാവ് ഐ എവർ ക്വസ്റ്റ്യൻഡ് എനി സെർവന്റ് ഓഫ് ഗോഡ്? Then Holy Spirit wants to tell you something so emphatically tonight. Ask that pastor to excuse you and bless you in the name of Jesus Christ. Then your life would be a blessing. ഏതെങ്കിലും ഒരു ദൈവദാസനെതിരായി ഞാൻ സംസാരിച്ചിട്ടുണ്ടോ? ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടോ? മോശമായി സംസാരിച്ചിട്ടുണ്ടോ? എങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ask him to excuse you and bless you in the name of Jesus Christ. രണ്ട് കാര്യങ്ങൾ. Your father is the spiritual head of the family. Never question him. Your husband is the head of the family. Never question his spiritual authority. And your pastor is the spiritual head of the church. അദ്ദേഹത്തിന് ദൈവം കൊടുത്തിരിക്കുന്ന അധികാരത്തെ ചോദ്യം ചെയ്യരുത്. ഒരു വാക്യം പെട്ടെന്നൊന്ന് വായിച്ച്, 1 Corinthians chapter 11 verses 3. 1 Corinthians 3:11. The head of every man is Christ, and the head of Christ is God, and the head of Christ is God. See, there is a pyramidical order. നോക്കിക്കേ, the head of every woman is man, and the head of man is Christ, and the head of Christ is God. ഏത് സ്ത്രീയുടെയും തല പുരുഷൻ, പുരുഷന്റെ തല ക്രിസ്തു, ക്രിസ്തുവിന്റെ തല ദൈവം. നോക്കിക്കേ, ഒരു പിരമിഡിക്കൽ ഓർഡർ കാണാം. എനിക്ക് ബഹുമാന്യനായ പാസ്റ്റർ MB സോമനാണ് ഈ ചർച്ചിന്റെ പാസ്റ്റർ. ഒരു ഫ്രൈഡേ ഒരു 80 വയസ്സ് പ്രായമുള്ള അങ്കിൾ വന്ന് സഭാ നടപടികൾ ആരംഭിക്കുകയാണെന്ന് വിചാരിച്ചോ? പാസ്റ്ററോട് ചോദിക്കാതെ. ലേമേൻ ലാംഗ്വേജിൽ പറയും പ്രോട്ടോകോൾ തെറ്റിച്ചു എന്ന്. പ്രോട്ടോകോൾ തെറ്റിച്ചാൽ അച്ചടക്ക നടപടിക്ക് വിധേയമാണ്.
ഏത് സ്ത്രീയുടെയും തല പുരുഷൻ, പുരുഷന്റെ തല ക്രിസ്തു, ക്രിസ്തുവിന്റെ തല ദൈവം. മീൻസ് അതോറിറ്റി. Man is the head of woman, and Christ is the head of man, and God is the head of Christ. So have I ever questioned my husband being the head of the family? Have I ever questioned my father being the head of the family? Or have I ever questioned the headship of a pastor? Then Satan will have a control and a right over us until we confess that. നമ്മുടെ തെറ്റുകൾ ഏറ്റു പറയുന്നത് വരെ സാത്താന് നമ്മുടെ മേൽ അവകാശം വരും. Praise the Lord. Praise the Lord. അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു കഴിയുമ്പോൾ നാം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ദുരന്തങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും. എന്റെ അപ്പനെതിരായി ഒരു വാക്ക് ഞാൻ സംസാരിച്ചിട്ടുണ്ടോ? Praise the Lord. ഞാൻ ഈ തിരുവല്ലയിൽ നിന്ന് പത്തനംതിട്ട, റാന്നി, കോന്നി, കോഴഞ്ചേരി, വടശ്ശേരിക്കര, സീതത്തോട്, അടൂർ, പത്തനാപുരം തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് വളരെയധികം യാത്ര ചെയ്യാറുണ്ട്. എനിക്ക് വളരെയധികം സുഹൃത്തുക്കളുണ്ട് അവിടെ. ചില സുഹൃത്തുക്കളുടെ വീടുകളിൽ കയറും. അമ്പരചുംബികളായ വീടുകൾ, മനോഹരങ്ങളായ വീടുകൾ. അകത്ത് ചെല്ലുമ്പോൾ വില കൂടിയ നായ്ക്കൾ സിറ്റ് ഔട്ടിൽ റെസ്റ്റ് ചെയ്യുന്നു. വില കുറഞ്ഞ മാതാപിതാക്കൾ കോണിലും റെസ്റ്റ് ചെയ്യുന്നു. തിങ്ക് ഫോർ എ മിനിറ്റ്. എന്റെ അമ്മ എന്നെ പ്രസവിച്ചതിന് ശേഷം ആദ്യത്തെ ദിവസങ്ങൾ, ആദ്യത്തെ മണിക്കൂറുകൾ, മാസങ്ങൾ എന്നെ ശ്രദ്ധിക്കാതിരുന്നിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഈ ഭൂമിയിലേക്ക് കാണത്തില്ല. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളുടെ അമ്മ ഈ ഭൂമിയിൽ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇന്ന് മാത്രമല്ല, എല്ലാ ദിവസവും നിങ്ങൾ ഉറങ്ങുന്നതിന് 10 മിനിറ്റ് മുമ്പ്, അമ്മ ഉറങ്ങുന്നതിന് മുമ്പ് അവരെ വിളിച്ചൊരു കാര്യം പറയണം. 10-15 മിനിറ്റ് സംസാരിക്കണം. മമ്മി എന്തുണ്ട് വിശേഷം? രാവിലെ എന്ത് കഴിച്ചു? ഉച്ചയ്ക്ക് എന്ത് കഴിച്ചു? വൈകിട്ട് എന്താ കഴിക്കാൻ പോന്നേ? കൊച്ചു കൊച്ചു വർത്തമാനങ്ങൾ പറയണം. അതിനുശേഷം ഒരു കാര്യം പറയാൻ മറക്കരുത്. മമ്മിയെ ദൈവം എനിക്ക് തന്നത് കൊണ്ട് ഞാൻ ദൈവത്തിനു നന്ദി കരേറ്റുന്നു. അത് നിങ്ങളുടെ മക്കളും കൊച്ചുമക്കളും കേൾക്കുവാൻ ഇടവന്നാൽ, അങ്ങനെ ഒരു പുതുവർഷമാണ് ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യാൻ പോകുന്നതെങ്കിൽ അതിനേക്കാൾ ശ്രേഷ്ഠകരമായിട്ടുള്ളതും കർത്താവ് ആഗ്രഹിക്കുന്നതുമായ മറ്റൊന്നില്ല. Proverbs 31:28 പറയുന്നു, her children rise and call her blessed. അവളുടെ മക്കൾ രാവിലെ എഴുന്നേറ്റവളെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. പ്രിയപ്പെട്ട അമ്മമാരെ, നിങ്ങൾ മക്കളെ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടോ? പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് പഠിപ്പിക്കുക. കർത്താവേ, നീ എനിക്ക് തന്ന എന്റെ അനുഗ്രഹിക്കപ്പെട്ട മമ്മിക്കായി ഞാൻ നന്ദി കരേറ്റുന്നു. Her children rise and call her blessed. Her husband also praises her. ദൈവം തന്നുയെല്ലാം ദൈവത്തെ ആരാധിക്കാം. ദൈവം ഉയർത്തി നമ്മെ ദൈവത്തെ ആരാധിക്കാം. ദൈവം തന്നുയെല്ലാം ദൈവത്തെ ആരാധിക്കാം. ദൈവം ഉയർത്തി നമ്മെ ദൈവത്തെ